എല്ലാവർക്കും ആസ്പിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ഐഡന്റിറ്റി എന്ന മലയാളം സിനിമയുടേതാണ്. ടൊവിനോ തോമസ്, തൃഷ കൃഷ്ണൻ എന്നിവർ തകർത്തഭിനയിച്ച ആക്ഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ് ഐഡന്റിറ്റി. തിയേറ്ററുകളിൽ നിന്ന് നല്ലൊരു അഭിപ്രായം നേടിയെടുത്ത ഈ ഒരു ചിത്രം ജനുവരി 31-ന് C5 വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് പുഷ്പ 2 എന്ന അല്ലു അർജുൻ സിനിമയെക്കുറിച്ചാണ്. തിയേറ്ററുകളിൽ നിന്ന് റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത മാസ് ആക്ഷൻ സിനിമയാണ് പുഷ്പ 2. അല്ലു അർജുനും രശ്മിക മന്ദാനയും തകർത്തഭിനയിച്ച ഈ ഒരു ചിത്രം ജനുവരി 29-ന് നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് UI എന്ന കന്നഡ മൂവിയെക്കുറിച്ചാണ്. ഉപേന്ദ്ര റാവു കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഏറ്റവും പുതിയ ആക്ഷൻ സയൻസ് ഫിക്ഷൻ മൂവിയാണ് UI. തിയേറ്ററുകളിൽ ഫ്ലോപ്പായി മാറിയ ഈ ഒരു ചിത്രം ജനുവരി 30-ന് C5 വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് മാക്സ് എന്ന കന്നഡ മൂവിയെക്കുറിച്ചാണ്. കിച്ച സുദീപ് നായകനായി എത്തിയ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് മാക്സ്. തിയേറ്ററുകളിൽ നിന്ന് നല്ലൊരു വിജയം നേടിയെടുത്ത ഈ ഒരു ചിത്രം ജനുവരി 31-ന് C5 വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഡാക്കു മഹാരാജ് എന്ന തെലുങ്ക് മൂവിയെക്കുറിച്ചാണ്. നന്ദമൂരി ബാലകൃഷ്ണ, ഉർവശി റൌട്ടേല, ബോബി ഡിയോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ആക്ഷൻ അഡ്വഞ്ചർ മൂവിയാണ് ഡാക്കു മഹാരാജ്. തിയേറ്ററുകളിൽ ആവറേജ് വിജയം നേടിയ ഈ ഒരു ചിത്രം ഫെബ്രുവരി 9-ന് പാൻ ഇന്ത്യൻ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഗെയിം ചേഞ്ചർ എന്ന തെലുങ്ക് മൂവിയുടേതാണ്. രാം ചരൺ, കിയാറ അദ്വാനി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ പൊളിറ്റിക്കൽ ത്രില്ലർ മൂവിയാണ് ഗെയിം ചേഞ്ചർ. ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായി മാറിയ ഈ ഒരു ചിത്രം ഫെബ്രുവരി 14-ന് ആമസോൺ പ്രൈം വീഡിയോ വഴി പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് കാതലിക്ക നേരമില്ലൈ എന്ന തമിഴ് സിനിമയുടേതാണ്. ജയൻ രവിയും നിത്യ മേനോനും തകർത്തഭിനയിച്ച റൊമാന്റിക് കോമഡി മൂവിയാണ് കാതലിക്ക നേരമില്ലൈ. തിയേറ്ററുകളിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയ ഈ ഒരു ചിത്രം ഫെബ്രുവരി 14-ന് നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.